നമുക്കൊരു പൂർവ്വ ചരിത്രമുണ്ട്. അത് സഭയോളം തന്നെ പഴക്കമുള്ള ചരിത്രമാണ്. നമുക്കറിയാം. കാരണം ഇതിനൊരു ശ്ലൈഹ്യ അടിത്തറയുണ്ട് എന്നുള്ളതാണ്. തോമാസ് ശ്ലീഹായിലൂടെ സ്ഥാപിതമായ ഒരു സഭാ കൂട്ടായ്മയാണ് നമ്മുടേത്. ഇന്ന് നിലനിൽക്കുന്ന അപൂർവം ചില വ്യക്തിസഭകൾക്ക് അവകാശപ്പെടാവുന്ന ഒന്നാണ് ഈ ഒരു ശ്ലൈഹ്യ അടിത്തറ എന്ന് പറയുന്നത്. ഈശോയോടുകൂടെ 3 വർഷക്കാലം ജീവിച്ച് ഉചിതനായ ഈശോയെ പ്രത്യേകമായി കണ്ടുമുട്ടി ഈശോയുമായുള്ള ആ ആഴമായ ബന്ധം സ്ഥാപിച്ച ഒരു ശ്ലീഹ നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മുടെ പൂർവികരോട് സംസാരിച്ചു. ആദ്യ തലമുറ, സഭയുടെ ആദ്യ തലമുറയിൽ തന്നെ ജന്മം കൊണ്ട ഒരു സഭാ കൂട്ടായ്മയാണ് നമ്മുടേത്. അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു 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 അനുഗ്രഹമാണ്, വലിയൊരു ദാനമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാനും സാധിക്കുകയില്ല. അന്ന് മുതലുള്ള നമ്മുടെ നസ്രാണികളുടെ വികാരം, മാർത്തോമ നസ്രാണികൾ, നമ്മുടെ ആ ശ്ലൈഹ്യ അവബോധം, ഞങ്ങൾ മാർത്തോമ നസ്രാണികളാണ് എന്നുള്ള ബോധ്യം, പിന്നെ നസ്രാണി പാരമ്പര്യത്തെക്കുറിച്ചുള്ള അവബോധം, ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ വികാരമായിരുന്നു. നൂറ്റാണ്ടുകളായി നിലനിർത്തിയ ഒരു വികാരം. ആ വിചാരത്തിലും ഒക്കെ 100% പങ്കുചേർന്ന ഒരു കൂട്ടായ്മയാണ് ഇന്ന് ചങ്ങനാശ്ശേരിയിലൂടെ ജീവിക്കുന്ന ഒരു കൂട്ടായ്മ എന്നതിന് യാതൊരു സംശയവുമില്ല. ആ ഒരു വികാരം നമ്മുടെ സഭയുടെ തനിമയെ, വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ആ ഒരു അവബോധം വാസ്തവത്തിൽ സഭയ്ക്ക് സാർവത്രികത പകരുന്നത്, അല്ലെങ്കിൽ ഒരു കാതോലികത പകരുന്നത് എന്താണ്? ഓരോ സഭയും അതിൻ്റെ തനിമയിലും വ്യക്തിത്വത്തിലും നിലനിന്ന് ജീവിക്കുകയും കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ് സഭയുടെ സാർവത്രികതയുടെ അടിത്തറയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാർപ്പാപ്പന്മാരൊക്കെ ശക്തമായിട്ട് പഠിപ്പിക്കുന്നത് നമ്മുടെ ഓരോ സഭയുടെയും തനിമ സംരക്ഷിക്കണം എന്ന്, പാരമ്പര്യ അഭംഗരം സംരക്ഷിക്കണമെന്ന്. രണ്ടാമത്തെ ക്യാബിനറ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. കാരണം സഭയുടെ സാർവത്രികത വിവിധ സഭകളുടെ വ്യക്തിത്വ സംരക്ഷണത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ടാണ് 11-ാം പീസ് മാർപ്പാപ്പ 1934 തീരുമാനമെടുത്തത്. നമ്മളുടെ അന്നത്തെ പിതാക്കന്മാർ ഞങ്ങൾക്ക് ലത്തീൻ റീത്ത് ആയാലും മതി എന്ന് പറഞ്ഞ് റോമിലേക്ക് എഴുതിയപ്പോൾ 11-ാം പീസ് മാർപ്പാപ്പ പറഞ്ഞു, പാടില്ല, നിങ്ങളുടെ പൂർവിക പാരമ്പര്യം വീണ്ടെടുക്കണം, നിങ്ങളുടെ ലിറ്റർജി നിങ്ങൾ വീണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ 1934 ആരംഭിച്ചതാണ് നമ്മുടെ ആരാധനക്രമ നവീകരണം എന്ന് പറയുന്നത്. ഈ ഒരു അവബോധം വളരെ ശക്തമായിട്ട് സംരക്ഷിച്ചിരുന്ന ഒരു കൂട്ടായ്മയായിരുന്നു നമ്മുടെ ചങ്ങനാശ്ശേരി കൂട്ടായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലിവേഞ്ചി പിതാവ് ഇവിടെ ചാർജ് എടുത്തപ്പോൾ 1888 വലിയൊരു സ്വീകരണം കൊടുത്തപ്പോൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു. അന്ന് ഇന്നത്തെ എറണാകുളം ഉൾപ്പെടെയുള്ള ആ വികാരിയാത്തിലെ വൈദികരും വിശ്വാസികളും ഒന്നു ചേർന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഞങ്ങളുടെ സഭയുടെ ആ പുരാതനമായ സുറിയാനി റീത്ത് വീണ്ടെടുത്തു തരണം. ഈ ഒരു അവബോധം, ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആ ബോധ്യത്തിൽ അധിഷ്ഠിതമായ ഒരു കൂട്ടായ്മയാണ് നമ്മുടേത്. ഇനിയും നമ്മുടെ സഭയെക്കുറിച്ച് നമ്മുടെ അധിപതയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ പ്രേക്ഷിത മാനത്തെക്കുറിച്ചിവിടെ അറേലിയസ് പിതാവ് പ്രത്യേകമായി സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പ്രേക്ഷിത അവബോധം, അതേക്കുറിച്ച് വളരെ വ്യക്തമായ സാക്ഷികൾ നമുക്ക് പറയാൻ സാധിക്കും. 1949 നമ്മുടെ കാളാശ്ശേരി പിതാവ് മരണമടഞ്ഞ് അദ്ദേഹത്തിൻ്റെ മതസംസ്കാര ശുശ്രൂഷയിൽ ഒരു അനുസ്മരണ പ്രസംഗം നടത്തിയത് അന്നത്തെ മൈത്രാസ് മൈലാപ്പൂർ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ഈ മെത്രാനോട് ഞങ്ങൾ ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഒരു മിഷണറി മെത്രാനാണ് ഇദ്ദേഹം. ഈ മെത്രാനോടും ഈ അതിരൂപതയോടും ഇന്ത്യയിലെ എല്ലാ രൂപതകളും മിഷൻ കേന്ദ്രങ്ങളും കടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ അതിരൂപതയിൽ നിന്ന് അതിരൂപതയിൽ നിന്നുള്ളവരല്ലാത്ത, അതിരൂപതയുടെ വൈദികരില്ലാത്ത ഒരു രൂപതയും മിഷൻ കേന്ദ്രങ്ങളും ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ 1949 അന്നത്തെ ഇന്ത്യയിലെ എല്ലാ രൂപതകളിലേക്കും, ലത്തീൻ രൂപതകളാണല്ലോ കേരളത്തിൽ മൊത്തം ഉണ്ടായിരുന്നത്, എല്ലാ രൂപതകളിലേക്കും മിഷൻ കേന്ദ്രങ്ങളിലേക്കും
മിഷണന്മാരെ അയക്കാൻ സാധിച്ചിരുന്ന ഒരു രൂപതയായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത. അന്ന് ചങ്ങനാശ്ശേരി രൂപത. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ കേരളത്തിൽ നിന്ന് ആദ്യമായി പ്രേക്ഷിത രംഗത്തേക്ക് പോയ, കേരളത്തിന് പുറത്തേക്ക് പോയ സ്ത്രീകൾ, സമർപ്പിത ജീവിതം നയിച്ച് കേരളത്തിന് പുറത്തേക്ക് മിഷണറി പ്രവർത്തനമായിട്ട് പോയ ആദ്യത്തെ ആ ഗ്രൂപ്പ് ചങ്ങനാശ്ശേരി നിന്നുള്ളവരായിരുന്നു. ചങ്ങനാശ്ശേരി നിന്നുള്ള ഏതാണ്ട് 5-6 സ്ത്രീകളാണ് സമർപ്പിത ജീവിതം ഭരിച്ച് ആദ്യമായി പ്രേക്ഷിത രംഗത്തേക്ക് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ചരിത്രം നമുക്കുണ്ട്. പിന്നീട് നമുക്കറിയാം, ആധുനിക ചരിത്രം നമുക്കറിയാം. ആ പ്രേക്ഷിത ആഭിമുഖ്യം പിന്നീട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കന്യാകുമാരി മിഷനും നമ്മുടെ ഇറ്റാവ മിഷനും നമ്മുടെ രാജസ്ഥാൻ മിഷനും എല്ലാം ആ പ്രേക്ഷിത സാന്നിധ്യത്തിൻ്റെ തുടർച്ചയാണല്ലോ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സഭയുടെ, നമ്മുടെ ജനങ്ങൾ, നമ്മുടെ വിശ്വാസികളുടെ വലിയൊരു വികാരമായിരുന്നു നമുക്കിവിടെ സന്യാസ സമൂഹങ്ങൾ വേണം. സമർപ്പിത ജീവിതം നയിക്കുന്ന സന്യാസ ജീവിതം, താപസ ജീവിതം നയിക്കുന്ന സന്യസ്തരായ വൈദികരൊക്കെ നമുക്ക് വേണം എന്നുള്ളത് നൂറ്റാണ്ടുകളായി നമ്മുടെ ആളുകൾ ആഗ്രഹിച്ച് കാത്തിരുന്നൊരു കാര്യമാണ്. ആദ്യമായി അതിനുള്ള സാധ്യത ഒരുങ്ങിയത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ഇങ്ങനെയാണ് ആദ്യത്തെ സീറോ മലബാർ സഭയിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസ സമൂഹങ്ങൾ ജന്മം കൊള്ളുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. അന്നത്തെ വൈദികരുടെ നേതൃത്വത്തിലാണ് രൂപം കൊണ്ടത്. അപ്പോൾ അത് ഇന്ന് ലോകമെങ്ങുമായിട്ട് വ്യാപിച്ച് പ്രവർത്തിക്കുന്ന ആ സമർപ്പിത സമൂഹങ്ങൾ അത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി പറയും, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. നമ്മുടെ 923 നമ്മുടെ ഹൈറാർക്കി സ്ഥാപിതമാകുന്നത്. അതുവരെ വികാരിയാത്തുകൾ എന്ന നിലയിൽ മാർപ്പാപ്പായുടെ നേരിട്ടുള്ള അധികാരത്തിന് കീഴിൽ വികാരി അപ്പസ്തോലിക്കന്മാരെ വെച്ച് ഉള്ള ഒരു സഭാ ശുശ്രൂഷയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു സ്വതന്ത്രമായ ഒരു അസ്തിത്വം ലഭിക്കുന്നത് ഹൈറാർക്കി സ്ഥാപനത്തോടു കൂടി തന്നെയാണ്. 923 ഹൈറാർക്കി സ്ഥാപിക്കുന്ന അവസരത്തിൽ എവിടെയായിരിക്കണം അതിൻ്റെ കേന്ദ്രം, ആരായിരിക്കണം ആദ്യത്തെ ഹൈറാർക്കിയുടെ ഹെഡ്, മെത്രാപ്പൊലീത്ത ആരായിരിക്കണം എന്നൊക്കെയുള്ള വളരെ വിശദമായ ചർച്ചകൾ നടക്കുകയുണ്ടായി. അന്ന് ഈ ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ട മാർപ്പാപ്പയുടെ പ്രതിനിധികളിൽ 2-3 പേരുമായിട്ടുള്ള അഭിപ്രായം ചോദിച്ചു. റോമിൽ നിന്ന് വത്തിക്കാനിൽ നിന്ന് അഭിപ്രായം ചോദിച്ചു. ആരെയാണ് നിങ്ങൾ, ഏതാണ് ഏറ്റവും ഉചിതമായ കേന്ദ്രം, ആരെയാണ് മെത്രാപ്പൊലീത്തയാക്കേണ്ടത് എന്ന് അഭിപ്രായം ചോദിച്ചു. അങ്ങനെ അവർ ചോദിച്ചപ്പോൾ ആ പ്രതിനിധികളിൽ കൂടെ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മറുപടി പറഞ്ഞത് ഇതിന് ഏറ്റവും യോഗ്യതയുള്ളത് ചങ്ങനാശ്ശേരിയാണ്. കാരണം പറഞ്ഞു, ഏറ്റവും കൂടുതൽ വൈദികരുള്ളത് ചങ്ങനാശ്ശേരി, അന്ന് ചങ്ങനാശ്ശേരി രൂപതയിലായിരുന്നു. ഏറ്റവും കൂടുതൽ സമർപ്പിതരുണ്ടായിരുന്നത് ചങ്ങനാശ്ശേരി രൂപതയിലായിരുന്നു. ഏറ്റവും കൂടുതൽ പിന്നെ ചങ്ങനാശ്ശേരിയിലായിരുന്നു. ഏറ്റവും കൂടുതൽ മാനസാന്തരങ്ങൾ നടക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത് ചങ്ങനാശ്ശേരിയിലാണ്, അന്നത്തെ ചങ്ങനാശ്ശേരി വികാരിയത്തിലാണ്. അതുപോലെ തന്നെ ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു സാന്നിധ്യം, വിശ്വാസികളുടെ സാന്നിധ്യമുള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. അതുകൊണ്ട് ചങ്ങനാശ്ശേരിയാണ് അതിന് ഏറ്റവും ഉചിതം എന്ന് ഉള്ള മറുപടിയാണ് കൊടുത്തത്. അതൊക്കെ രേഖയുള്ളതാണ്. പക്ഷേ പിന്നീട് ഇവിടുത്തെയുള്ള വികാരി അപ്പസ്തോലിക്കന്മാരോട് ചോദിച്ചു. അന്ന് ഉണ്ടായിരുന്ന 4 വികാരി അപ്പസ്തോലിക്കന്മാർ, അവരോട് ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള മറുപടി ഇതായിരുന്നു, ഈ സെൻറ്റർ എവിടെയായാലും കുഴപ്പമില്ല, ഹോളി സി ബിഷപ്പ് തീരുമാനിക്കുക, ഞങ്ങൾ അതിന് വിധേയപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കങ്ങനെ ഇവിടെ ഒരു കേന്ദ്രം വരണമെന്നുള്ള ഒരു അത്യാവേശമൊന്നുമില്ലായിരുന്നു. പക്ഷേ അത് സഭ തീരുമാനിക്കട്ടെ, മാപ്പാപ്പ തീരുമാനിക്കട്ടെ, ഞങ്ങളതിന് വിധേയപ്പെടും എന്നാണ് അന്നത്തെ വികാരി അപ്പസ്തോലിക്ക മറുപടി കൊടുത്തത്. മറ്റു പലരും വേറെ ഏതെല്ലാം മറുപടികൾ കൊടുക്കുകയുണ്ടായി. ഏതായാലും ഇങ്ങനെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു സമൂഹവും നേതൃത്വമായിരുന്നു നമ്മുടെ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ആരായിരിക്കണം മെത്രാപ്പൊലീത്ത എന്നുള്ള ചോദ്യം ഉണ്ടായി. അതിന് മറുപടി കൊടുത്തു. അതിനും ഈ ബേപ്പൽ പ്രതിനിധികളെ കൊടുത്ത മറുപടി ഇതായിരുന്നു, ഏറ്റവും യോഗ്യനായിരിക്കുന്നവൻ കുര്യാളശ്ശേരി പിതാവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മറുപടി കൊടുക്കുകയുണ്ടായി. അതേ കാരണം അദ്ദേഹം വിശുദ്ധനായൊരു വൈദികനാണ്, സമർത്ഥനാണ്, എല്ലാ തരത്തിലും യോഗ്യതയുള്ളവരെ കുര്യാളശ്ശേരി പിതാവാണ്. പക്ഷേ തീരുമാനം മറ്റൊന്നായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു നേതൃത്വത്തിൻ്റേതായ ഒരു പാരമ്പര്യം, ഒരു ആത്മീയതയുടേതായ ഒരു ചൈതന്യം, മറ്റ് പല രീതിയിലും മികവ് പുലർത്തുന്ന ഒരു പാരമ്പര്യം ആണ് നമുക്ക് കൈമുതലായിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പേരിലൊന്നും നമ്മൾ എന്തെങ്കിലും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. അധികാരത്തിന് വേണ്ടി നമ്മളിവിടെ പടപൊരുതിയിട്ടില്ല.
പ്രത്യേകിച്ച് സ്ഥാനമാനം കിട്ടുവാനും വേണ്ടി ആരും യത്നിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആ സമർപ്പിത മനോഭാവത്തോടു കൂടെയുള്ള ആ ഒരു സഭാജീവിതം ഇതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് കണക്കാക്കേണ്ടത്. ഇനിയും മറ്റൊരു കാര്യം കൂടി പറഞ്ഞേ, നമ്മുടെ സഭയുടെ ചിറോ മലബാർ സഭയുടെ ആരംഭത്തോടു കൂടെ അല്ലെങ്കിൽ വികാരിയത്ത് സ്ഥാപനത്തോടുകൂടി തന്നെ ആ വർഷം തന്നെ ആരംഭിച്ചതാണല്ലോ ദീപിക. നമ്മുടെ അന്ന് നിധിയിടയ്ക്കൽ മാണിക്കത്രാനും മറ്റും നേതൃത്വം കൊടുത്ത് ആദ്യത്തെ പത്രാധിപരായി ആരംഭം കുറിച്ച ദീപിക പത്രം സമൂഹത്തിൽ നമ്മുടെ ആ വലിയ ഒരു സമൂഹത്തോടുള്ള വലിയൊരു കടപ്പാടാണ് നമ്മളിവിടെ യാഥാർത്ഥ്യമാക്കിയത്. ഈ സഭ എന്ന് പറയുന്നത് ഒരു സഭ ഒരു വിളക്കായിരിക്കണം, പ്രവാചക ധീരതയോടെ പ്രവർത്തിക്കുന്ന ഒരു വിളക്കായിരിക്കണം, മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കുന്നതായിരിക്കണം, എല്ലാവർക്കും വേണ്ടി ജീവിക്കേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള ജിഹുയായിരുന്നു ദീപിക പത്രം. ചങ്ങനാശ്ശേരി, അന്നത്തെ ചങ്ങനാശ്ശേരിയുടെ സംഭാവനയാണത്. ഈ ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം, മലയാള ദിനപത്രം എന്നുള്ളത് ചങ്ങനാശ്ശേരിയുടെ ഒരു സംഭാവനയാണ്. ഇനി നോക്കുമ്പോൾ ഇതുപോലെ പല നിരവധി കാര്യങ്ങൾ നമുക്ക് എണ്ണി പറയുവാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പൈതൃകം. നമ്മൾ ഏറ്റുപങ്കിരിക്കുന്ന പൈതൃകം ഇതാണ്. ഒന്ന്, സഭയോടുള്ള ആത്മാർത്ഥമായ സഭയുടെ ആധികാരികമായ സത്യസന്ധമായ വിശുദ്ധ പാരമ്പര്യത്തോടുള്ള ആ ഒരു പ്രതിബദ്ധത, അതിനുള്ള വിശ്വസ്തത, അധികാരികളുടെ വിധേയത്വം, പരിശുദ്ധ സഭാസനോടുള്ള വിധേയത്വം, സഭയുടെ നന്മയ്ക്ക് വേണ്ടി എന്നും ചെയ്യുവാനുള്ള ആ ഒരു സന്നദ്ധത, ലോകത്തിൽ എവിടെയും പോയി പ്രേക്ഷിതപുത്രം ആരെയും സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒരു വിശ്വാസി സമൂഹം. മാത്രമല്ല, ഇവിടുന്ന് ആദ്യത്തെ പ്രേക്ഷിത സംഘടന, ഇന്ന് ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആദ്യത്തെ പ്രേക്ഷിത സംഘടന എന്നത് മിഷൻ ലീഗ് ആരംഭിച്ച അന്നത്തെ ചങ്ങനാശ്ശേരിയിലാണ്. നേതൃത്വം ചങ്ങനാശ്ശേരി വൈദികരാണ്. ഇങ്ങനെ നോക്കുമ്പോൾ സഭയുടെ ചരിത്രവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഇസ്രോ മലബാർ സഭയ്ക്ക് മാത്രമല്ല നസാണി സമൂഹത്തിന് ദിശാബോധം നൽകിയ വെളിച്ചം പകർന്ന ഒരു ജീവിതമായിരുന്നു, ഒരു ജീവിത സാക്ഷ്യമായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയുടേതെന്ന് നമുക്ക് സംശയമാണ് പറയാൻ സാധിക്കും. ഇത് നമുക്ക് കൈമോശം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇനിയും എത്ര നാൾ ലോകാവസാനം വരെയാണ്, അതിന് വേറെ പരിധിയൊന്നുമില്ല. ലോകം അവസാനിക്കുന്നവരെ നിലനിൽക്കേണ്ടതാണ് സഭയെന്ന് പറയുന്നത്. ഇന്ന് വരെ ഈ 20 നൂറ്റാണ്ടുകാലം നമ്മുടെ സഭയ്ക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിച്ചെങ്കിൽ ഈ കൂട്ടായ്മയും ഈ വ്യക്തിത്വ അവബോധവും നിലനിർത്തിക്കൊണ്ട്, ഈ സഭാസ്നേഹം നിലനിർത്തിക്കൊണ്ട്, ഈ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് 20 നൂറ്റാണ്ടുകാലം നമുക്ക് ഇന്ന് ഇതുവരെ ജീവിക്കാൻ സാധിച്ചെങ്കിൽ ഇനിയും ലോകാവസരം വരെ ജീവിക്കാനുള്ള ആ ഒരു ശക്തി നമുക്കുണ്ട്, പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. അതാണ് നമ്മുടെ പൂർവ്വ ചരിത്രം സൂചിപ്പിക്കുന്നത്. ആ ചരിത്രത്തിലെ ഇതുപോലുള്ള ചില ഓർമ്മകൾ നമ്മൾ അയവിറക്കുന്നത് നമുക്ക് ശക്തി ആർജിക്കാൻ വേണ്ടിയുള്ളൊരു അവസരമാണ്. ഇത് ശക്തീകരണം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ശക്തി ലഭിക്കുകയാണ്, ഊർജ്ജം ലഭിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മുൻ തലമുറകളെക്കുറിച്ചും നമ്മുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചും നമ്മുടെ സഭയുടെ മുൻകാല ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. നമ്മുടെ പൂർവ്വമാർ എങ്ങനെയായിരുന്നു, അവരെന്ത് ചെയ്തു, എന്താണ് നമുക്ക് വേണ്ടി സമ്പാദിച്ചത്, അവരെന്താണ് കൈമാറിയിട്ടുള്ളത്, അത് അടുത്ത തലമുറയ്ക്ക് കൈമോശം വരാതെ പകർന്നു കൊടുക്കുവാനുള്ള ആ ഒരു നിശ്ചയദാർഢ്യം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാം. എല്ലാ ആശംസകളും ഒരിക്കൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസ്മരിക്കുന്നു. നമസ്കാരം.